സ്വാതന്ത്ര്യ സമര ഗാനമായി മാറി. അങ്ങനെ കഴ്സൺ പ്രഭുവിനെതിരെയുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ബ്രിട്ടീഷിനെതിരെയുള്ള ഒരു പാട്ടായി അത് മാറി. ലോർഡ് കഴ്സൺ പ്രഭു 1905 1870 ഈ ഗാനം എഴുതുന്നെങ്കിലും 1905 ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തിയപ്പോൾ ഔപചാരികമായൊക്കെ ഭാരമുള്ള ജനസംഖ്യയെ നിയന്ത്രിക്കാൻ ഭരണ സൗകര്യാർത്ഥം ബംഗാളിനെ വിഭജിക്കുന്നു, മതാധിഷ്ഠിതമായി മുസ്ലിം എന്നും ഹിന്ദുവെന്നും 2 പ്രദേശമായി ബംഗാളിനെ വിഭജിക്കുന്നു, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നയം അവർ പ്രഖ്യാപിച്ചു. പക്ഷേ വലിയ തോതിലാണ് ഇന്നത്തെ മുസ്ലിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ RSS, സംഘപരിവാർ, BJP എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മളെ പുതിയ കുട്ടികളിൽ എല്ലാവരും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല, എല്ലാവരും ഇങ്ങനെ കുത്തിവെക്കുന്നുണ്ടല്ലോ, രാഷ്ട്രവിരുദ്ധത, ദേശീയ വിരുദ്ധതയെ കുത്തിവെക്കുന്നുണ്ടല്ലോ. അന്ന് മുസ്ലിംസുകൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അവർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബംഗാൾ വിഭജനത്തിനെതിരെ പാടിയ പാട്ടാണ് വന്ദേ മാതരം. കഴ്സൺ പ്രഭു അടക്കമുള്ളവർ തോറ്റ് ദേശീയതയുടെ അഗ്നി പടർത്തിയ വലിയ ഗാനമായിരുന്നു. എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ആ ബംഗാളിനെ വിഭജിക്കുന്നതിൽ നിന്ന് മാറി ഈ സാരേ ജഹാം സാച്ച പോലുള്ള പാട്ടുകളോടൊപ്പം തന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായി വന്ദേ മാതരമാണ് പാടിയത്. അങ്ങനെ ട്രെയിനുകളിൽ സകല സ്ഥലങ്ങളിൽ ഈ മുദ്രാവാക്യം വന്നു. അത് ലോകം മുഴുവൻ കേട്ടൊരു മുദ്രാവാക്യമായി. അങ്ങനെ കഴ്സൺ പ്രഭു അത് പിന്നെയാണ് സ്വദേശി പ്രസ്ഥാനമൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ കഴ്സൺ പ്രഭു അടക്കമുള്ള ആളുകൾ പിന്നോട്ട് പോയി വീണ്ടും അത് വന്ദേ മാതരം പാടുന്നത് നിരോധിച്ചു. 1905 പാടി, 1970 1970 1972 ആനന്ദമഠത്തിൽ വന്നു. പിന്നെ അത് 1907 അത് നിരോധിച്ചപ്പോൾ സംഭവിച്ചെന്താണ്, കൂടുതൽ ജനങ്ങൾ പാടാൻ തുടങ്ങി.